ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടിയുടെ സെൽഫിൻ്റെ കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ വർക്ക് കയറിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് അതിൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ നമ്മൾ പറഞ്ഞേക്കണേൽ അതിൻ്റെ കംപ്ലയിൻസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് നമുക്ക് മാസ്റ്റർ എഡ്ജ് മോഡൽ വണ്ടിക്ക് 5 ആംപിയർ 5 ആംപിയറിൻ്റെ ബാറ്ററിയാണ് വേണ്ടത്. ഇതിൻ്റെ ഇരിക്കുന്നത് 4 ആംപിയറിൻ്റെയാണ്. 2023 മോഡൽ, പുതിയ ബാറ്ററിയാണ്. അത് നമ്മൾ ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഡയറക്റ്റ് ത്രൂ ഔട്ട് ലൈൻ ഹാലജൻ ബൾബിലേക്ക് ബാറ്ററിയിൽ നിന്ന് ത്രൂ ഔട്ട് ലൈനാണ് കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ആ വഴിക്കും ചാർജ് ഇറങ്ങും. ഇപ്പോൾ ഞാൻ ബാറ്ററി ഫുൾ ചാർജ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. ഫുൾ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 13.61 വന്നിട്ടുണ്ട്. നമ്മൾ ബാറ്ററി ഫസ്റ്റ് നമ്മൾ അഴിക്കണ സമയത്ത് വോൾട്ട് കുറവായിരുന്നു, ടെസ്റ്റ് ചെയ്യുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടൊന്ന് കാണിച്ചാണ്. ഇപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവിടെ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ബാറ്ററിയുടെ കംപ്ലൈൻ്റ് അല്ല, നിലവിൽ ഈ പറഞ്ഞേക്കണ പ്രോബ്ലംസാണ് അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടൊന്ന് പറയാം. ഹെഡ്ലൈറ്റ് ഈ പറഞ്ഞ പോലെ ബൾബിൽ നിന്ന് മാറ്റിയിട്ട് ഡൈനാമോയിലേക്ക് തന്നെ ആക്കേണ്ടി വരും, അതൊന്ന്. പിന്നെ എന്താ വെച്ചാൽ ബാറ്ററി 4ൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ലോഡ് കൂടുതലെടുക്കും ബാറ്ററി. 5 ആംപിയറിൻ്റെ ബാറ്ററി ഇരിക്കേണ്ടടുത്താണ് 4 ആംപിയർ. 1 ആംപിയർ ഓൾറെഡി കുറവാണ്. കാരണം വെച്ചാൽ അതിനോട് ബേസ് ചെയ്തിട്ടാണ് എൻ്റെ സെൽഫ് മോട്ടറും വരാം. ഇത്ര ആംപിയറിൽ വർക്ക് ചെയ്യുന്ന മോട്ടറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറയുമ്പോൾ മോട്ടർ അത്രയും വോൾട്ട് കൂടുതലെടുക്കും. അപ്പോൾ അതനുസരിച്ച് ബാറ്ററി ലൈഫ് കുറയും എന്തെങ്കിലും. അപ്പോൾ തൽക്കാലം എന്തെങ്കിലും മേടിച്ച് വെച്ചാൽ സ്ഥിതിക്ക് തൽക്കാലം ഇതന്നെ നിലനിർത്താം. ഈ ഹെഡ്ലൈറ്റിൻ്റെ കേസ് മാത്രം മാറ്റിയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ വഴിക്ക് പോകുന്ന ചാർജ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത്രയാണ് നമുക്കിതൊന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ബാറ്ററി മാറ്റി ബാക്കിയത് സാധാ മോഡലിലേക്ക് ആക്കേണ്ടി വരും. ബാറ്ററി പുതിയതായതുകൊണ്ട് ബാറ്ററി തന്നെ നിലനിർത്താം. ഹെഡ്ലൈറ്റ് മാത്രം ഒന്ന് മാറ്റണതാണ്, ആ കണക്ഷൻ മാറ്റിയിട്ട് ഡൈനാമോയിലേക്ക് തന്നെ ആക്കണതാണ് ബെറ്റർ. അപ്പോൾ എന്തായാലും നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് വേണം വർക്ക് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട്. ഓക്കെ.